വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോകുന്നു. സുപ്രീം കോടതിയോട് ചോദ്യങ്ങളുമായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. പ്രസിഡൻഷ്യൽ റഫറൻസിനുള്ള സവിശേഷ അധികാരം ഉപയോഗിച്ചാണ് രാഷ്ട്രപതി ചോദ്യങ്ങൾ ഉയർത്തിയത്. ബില്ലുകളിലെ തീരുമാനത്തിന് സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി വിധിയിലാണ് ചോദ്യം. ഭരണഘടനയിൽ ഇല്ലാത്ത സമയപരിധി കോടതിക്ക് നിർവചിക്കാനാകുമോ എന്ന് രാഷ്ട്രപതി ചോദിച്ചു. വിശദാംശങ്ങളുമായി പ്രസാദ് കാളിദാസൻ ചേരുന്നുണ്ട്. കാളിദാസൻ, കൂടുതൽ വിവരങ്ങൾ. രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും ബില്ലുകൾ പാസാക്കാൻ സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി വിധിക്കെതിരെ ഇപ്പോൾ ഒരു നിർണായക നീക്കമാണ് രാഷ്ട്രപതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു വിധിയിൽ കൂടുതൽ വ്യക്തത തേടി രാഷ്ട്രപതി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഇതിൽ പ്രധാനമായും രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടുന്നത് ഭരണഘടനയുടെ 200, 201 വകുപ്പുകൾ പ്രകാരം ഇത്തരത്തിലൊരു സമയപരിധി നിശ്ചയിക്കാൻ ഒരു സമയപരിധി ഇല്ല ബില്ലുകൾ പാസാക്കാൻ എന്നുള്ളതാണ് രാഷ്ട്രപതി നൽകിയ റഫറൻസ് പ്രകാരം സുപ്രീം കോടതിയെ രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടുന്നത്. രാജ്യത്തിൻ്റെ അഖണ്ഡത, സുരക്ഷ, ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങളുണ്ട്. ഇതൊക്കെ കണക്കിലെടുത്താണ്, ബഹുമുഖ ഘടകങ്ങൾ കണക്കിലെടുത്താണ് രാഷ്ട്രപതിയും ഗവർണർമാരും ഇത്തരത്തിലൊരു വിവേചനാധികാരം കാണിക്കുന്നത് എന്നുള്ളതാണ് രാഷ്ട്രപതി സുപ്രീം കോടതിയോട് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇതിനെ സംബന്ധിച്ച് കൂടുതൽ വ്യക്തത നേടാനായി ഒരു 14 ചോദ്യങ്ങൾ കൂടിയാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഭരണഘടനയുടെ 143(1) വകുപ്പ് പ്രകാരം രാഷ്ട്രപതി സുപ്രീം കോടതിയോട് ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത തേടി 14 ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും അതോടൊപ്പം തന്നെ നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളും രാഷ്ട്രപതിയെ സന്ദർശിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു സുപ്രധാന നീക്കം എന്നുള്ളതും കൂടിയാണ്. ഏറ്റവും പ്രധാനം ഈ ഒരു 14 ചോദ്യമാണ്. ഈ ചോദ്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ നിയമസഭകൾ പാസ്സാക്കിയ ബില്ലുകൾ ലഭിക്കുമ്പോൾ ഭരണഘടനയുടെ 200 അനുച്ഛേദ പ്രകാരം ഗവർണർമാർക്ക് മുന്നിലുള്ള ഭരണഘടനാപരമായ മാർഗങ്ങൾ വിശദീകരിക്കാൻ സുപ്രീം കോടതിയോട് രാഷ്ട്രപതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ബില്ലുകൾ തീരുമാനമെടുക്കുന്ന കാര്യത്തിൽ മന്ത്രിസഭയുടെ സഹായവും ഉപദേശവും അനുസരിച്ച് പ്രവർത്തിക്കാൻ ഗവർണർമാർ ബാധ്യസ്ഥരാണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. ഇത്തരത്തിലൊരു 14 ചോദ്യങ്ങളാണ് രാഷ്ട്രപതി സുപ്രീം കോടതിയോട് ചോദിച്ചിരിക്കുന്നത്. ഭരണഘടനാപരമായ വിവേചനാധികാരം ഇത്തരത്തിൽ വിനിയോഗിക്കുന്നത് ന്യായമല്ലേ എന്നുള്ള ഒരു ചോദ്യം കൂടി എടുത്തു പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ തീരുമാനങ്ങൾ, ഭരണഘടനാപരമായ ഈ ഒരു തീരുമാനങ്ങൾ, ഗവർണർമാർ എടുക്കുന്ന തീരുമാനങ്ങൾ ഇത്തരത്തിൽ കോടതിക്ക് പരിശോധിക്കാനാകുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. ഒപ്പം നിയമപരിരക്ഷ, ഈ തീരുമാനങ്ങൾക്ക് നിയമപരിരക്ഷ ബാധകമല്ലേ എന്നുള്ളതും ചോദിക്കുന്നുണ്ട്. പിന്നീട് ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ ഭരണഘടനയിൽ ഗവർണർമാർക്ക് സമയപരിധി നിശ്ചയിക്കുന്നതിനെ സംബന്ധിച്ചുള്ള വ്യവസ്ഥകളൊക്കെ സൂചിപ്പിക്കാനും അല്ലെങ്കിൽ അതും കൂടി വ്യക്തമാക്കാനും കൂടിയാണ് രാഷ്ട്രപതി സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള 14 ചോദ്യങ്ങളാണ് സുപ്രധാനമായും രാഷ്ട്രപതി ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു ചോദ്യങ്ങൾക്കൊക്കെ വ്യക്തത വേണമെന്നുള്ള തരത്തിലാണ് ഇപ്പോൾ ഈ ഒരു നീക്കം നടത്തിയിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് നമ്മൾ മറ്റ് ചോദ്യങ്ങളിലേക്കും കൂടി ഒന്ന് പോയി നോക്കിയാൽ, ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ ഭരണഘടനയിൽ രാഷ്ട്രപതിക്ക് സമയപരിധി വ്യവസ്ഥ ചെയ്തിട്ടില്ലാത്തതിനാൽ കോടതിക്ക് സമയപരിധിയും എങ്ങനെ തീരുമാനമെടുക്കണമെന്നുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാൻ കഴിയുമോ എന്ന് കോടതിയോട് തന്നെ ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു നിയമ പോരാട്ടത്തിന് തന്നെയാണ് രാഷ്ട്രപതി ഒരുങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ചോദ്യങ്ങളിൽ നിന്ന് നമുക്ക് പ്രധാനമായും മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊരു ചോദ്യം, ബില്ലുകൾ നിയമമാകുന്നതിന് മുമ്പ് അതിലെ ഉള്ളടക്കം ജുഡീഷ്യൽ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ കോടതിക്ക് അധികാരമുണ്ടോ എന്നുള്ളത് കൂടിയാണ് മറ്റൊരു ചോദ്യം. ഇങ്ങനെ 14 ചോദ്യങ്ങളാണ് രാഷ്ട്രപതി പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്നത്. ഇനി ഇതിനെ സംബന്ധിച്ച് എത്തരത്തിലായിരിക്കും സുപ്രീം കോടതി മറുപടി പറയുക എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. ശരി കാളിദാസൻ, സുപ്രീം കോടതിയോട് ചോദ്യങ്ങളുമായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. പ്രസിഡൻഷ്യൽ റഫറൻസിനുള്ള സവിശേഷ അധികാരം ഉപയോഗിച്ചാണ് രാഷ്ട്രപതി ചോദ്യങ്ങൾ ഉയർത്തിയത്. ബില്ലുകളിലെ തീരുമാനത്തിന് സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി വിധിയിലാണ് ചോദ്യം. ഭരണഘടനയിലില്ലാത്ത സമയപരിധി കോടതിക്ക് നിർവചിക്കാനാകുമോ എന്ന് രാഷ്ട്രപതി ചോദിച്ചു. മലപ്പുറം കാളികാവിൽ പുലി കടിച്ചു കൊണ്ടുപോയ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. ടാപ്പിംഗ് തൊഴിലാളി ഗഫൂറിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ഗഫൂറും